ദേവരാഗം. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 43. ട്യൂഷൻ പഠിപ്പിക്കാനിരുന്നപ്പോൾ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് പുസ്തകത്തിൽ നിന്ന് മുഖമുയർത്തി നോക്കുന്ന വൈശാഖിയെ കണ്ടതും മഹാദേവന് ചെറിയ രീതിയിൽ ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. കുറച്ചു നേരമായി പെണ്ണിൻ്റെ ഈ പ്രകടനം താൻ കാണുന്നു. ഇതിപ്പോൾ എന്തിനാണാവോ പതിവില്ലാത്ത ഈ നോട്ടം? എന്താ വൈശാഖി? ഒടുവിൽ അവൻ അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു പോയി. ചും. അവൻ്റെ ആ നോട്ടത്തിൽ അപ്പോൾ തന്നെ വൈശു ബുക്കിലേക്ക് നോക്കി മുഖം കുനിച്ചിരുന്നു. അവൾ പേടിച്ചു പോയിരുന്നു. ഈ പെണ്ണിനിതെന്ത് പറ്റിയതാ? അവളുടെ പതർച്ചയും ഭാവമൊക്കെ കണ്ടതും ദേവൻ്റെ മുഖം ചൊളിഞ്ഞു. കുറച്ചു നേരം അവളെ തന്നെ ശ്രദ്ധിച്ചു നോക്കിയിരുന്നിട്ട് മഹാദേവൻ വീണ്ടും തനിക്ക് മുൻപിൽ തുറന്നു വെച്ചിരിക്കുന്ന പുസ്തകത്താളുകളിലേക്ക് കണ്ണുകൾ പായിച്ചു. അത്രയും നേരം മുഖം കുനിച്ചിരുന്നവൾ ഉള്ളിൽ പേടിയുണ്ടായിരുന്നെങ്കിലും മനസ്സിൽ അടക്കി കെട്ടിവെച്ചിരിക്കുന്ന പ്രേമത്തിൻ്റെ കെട്ടഴിയാൻ തുടങ്ങിയപ്പോൾ പിന്നെയും പഴയതുപോലെ തന്നെ അവനെ ഒളിക്കണ്ണിട്ട് പാളി നോക്കാൻ തുടങ്ങി. പഠിക്കുവാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ ആ നേരം. മുത്തശ്ശി തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ മുത്തശ്ശിയോട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു വൈശുവിൻ്റെ മനസ്സിൽ തന്നെയും പിന്നെയും അപ്പോൾ തെളിഞ്ഞു നിന്നത്. ദേവമോ നല്ലവനാ. ഇങ്ങനെയുള്ള ചെക്കന്മാരെ ഇന്നത്തെ കാലത്ത് കാണാൻ പോലും കിട്ടുകയില്ല. ഇതുപോലൊരു കൊച്ചുമോനെ എൻ്റെ വൈശുവിൻ്റെ ചെക്കനായിട്ട് കിട്ടിയിരുന്നെങ്കിൽ. വൈശാഖിക്ക് അത് ഓർമ്മയിൽ വന്നത് നാണം വന്നുപോയി. തൻ്റെ മുത്തശ്ശിക്കും സാറിനെ അത്രയേറെ ബോധിച്ചിരിക്കുന്നു എന്ന തോന്നൽ പോലും അവളെ വല്ലാതെ കോരിത്തരിപ്പിച്ചു. സാറിൻ്റെ വീട്ടുകാർക്കും തൻ്റെ വീട്ടുകാർക്കും ഇതിലൊരു പ്രശ്നമില്ല. തൻ്റെ ഇഷ്ടത്തെ അവർ ഉറപ്പായിട്ടും അംഗീകരിക്കും. പക്ഷെ സാറ് മാത്രമാണ് പിടിതരാത്തത്. മുൻപിലിരിക്കുന്നവനോടുള്ള പേടി മാറി സ്വന്തം കണ്ണുകളിൽ പ്രണയം വിരിയുന്നതോ സ്വയം മറന്ന് അയാളെ തന്നെ നോക്കിയിരിക്കുകയാണെന്നുള്ള ചിന്തയോ വൈശാഖിക്കപ്പോൾ ഉണ്ടായിരുന്നില്ല. ഉള്ളിൽ അവനോടുള്ള പ്രണയം മാത്രമായിരുന്നു. അവൾ സ്വയം മറന്നു. ചുറ്റുമുള്ളതെല്ലാം മറന്നു. അവിടെ താനും തൻ്റെ സാറും മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നലുണ്ടായി. അവരവിടെ ആടിപ്പാടി കയ്യിൽ കൈകോർത്ത് പിടിച്ച് കുറേയേറെ ദൂരങ്ങൾ താണ്ടി. ഇടയ്ക്കെപ്പോഴോ കെട്ടിപ്പിടിച്ചു. കണ്ണിൽ നോക്കി നിന്നു. മനസ്സുകൾ തമ്മിൽ പ്രണയം കൈമാറി. ബുദ്ധി നഷ്ടപ്പെട്ട ഏതോ ഒരു സമയത്ത് കൊക്കുകൾ ഒരുമുവാനായി ചുണ്ടുകൾ തമ്മിൽ ചേർത്ത് പിടിച്ചു. വൈശാഖി. പൊടുന്നനെയാണ് ദേവൻ ഒച്ച ഉയർത്തി പെണ്ണിൻ്റെ കൈക്ക് മുകളിൽ ഊക്കോടെ കൊടുത്തത്. പെട്ടെന്നുള്ള ആ നീക്കത്തിൽ വൈശു ഒന്ന് പേടിച്ചും പോയി. ഞെട്ടിക്കൊണ്ട് അടുത്തിരിക്കുന്നവനെ പെണ്ണ് തുറച്ചു നോക്കി. ഭയത്തോടെ അവിടം തൂത്തുവിട്ടിട്ട് മഹാദേവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് ഇത്രയും നേരം താൻ ചെയ്തു പോയതിനെക്കുറിച്ച് അവൾക്ക് ബോധമുണ്ടാവുന്നത് തന്നെ. അവൻ്റെ മുഖം ചുവന്നു കയറി കിടക്കുന്നു. നീ എന്താ ആലോചിച്ചിരിക്കുക വൈശാഖി? പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു പഠിക്കണം, അല്ലാതെ എൻ്റെ മൂന്തയിലോട്ട് നോക്കിക്കൊണ്ടല്ല ഇരിക്കേണ്ടത്. മഹാദേവൻ അവളോട് ദേഷ്യപ്പെട്ടു. സോറി സാർ. തെറ്റ് പൂർണ്ണമായിട്ടും തൻ്റെ ഭാഗത്തായിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ദേവൻ്റെ ആ ദേഷ്യപ്പെടൽ വൈശുവിൽ സങ്കടമുണ്ടാക്കി. വെളുത്ത കൈത്തണ്ട ചുവന്ന് തിണർച്ച് വേദനിച്ചുവെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞത് ദേവൻ്റെ ഭാവമാറ്റം കണ്ടിട്ടായിരുന്നു. എന്ത് സോറി? നിന്നോട് എത്ര നേരമായി ഞാൻ പറയുന്നു ആ ടോപ്പിക്ക് ഇരുന്ന് പഠിക്കാൻ? എവിടെ കേൾക്കാൻ? അല്ല, എനിക്കറിയാമല്ലായിട്ട് ചോദിക്കുക. നീ ഏത് ലോകത്തിലാണ് ഉള്ളേ? കുറേ നേരമായി ഞാൻ നിന്നെ തട്ടി വിളിക്കുന്നു. അതെങ്ങനാ കണ്ണും തുറന്നു വെച്ചുകൊണ്ട് സ്വപ്നം കാണുമല്ലായിരുന്നോ നീ? വൈശുവിൻ്റെ നേരെ മഹാദേവൻ്റെ ചൂണ്ടുവിരൽ ഉയർന്നു. അവൻ്റെ ചുവന്നു കയറിയ കണ്ണുകളിലേക്ക് നോക്കാൻ ത്രാണിയില്ലാതെ പെണ്ണിൻ്റെ മുഖം വീണ്ടും കുനിഞ്ഞു. സോറി സാർ. അവൾക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു ആ സമയം. നിറഞ്ഞു തൂവിയ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണുനീര് പുസ്തകത്താളിന് മുകളിലേക്ക് ഇറ്റു വീണു. നീ എന്താലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു വൈശാഖി? എങ്കിലും അവളെ വെറുതെ വിടാൻ തെല്ലും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ദേവന്. അത് സാർ. പേടിച്ചിട്ട് ഉമിനീരിറക്കിപ്പോയി പെണ്ണവൾ. എന്തു പറയും സാറിനോട്? എങ്ങനെ പറയും? സാറിനെ സ്വയം ഉയർന്നു നോക്കിയിരിക്കുന്നുള്ളത് നേരാണ്. സാറിനോടൊപ്പം ഉള്ള നിമിഷങ്ങൾ സ്വപ്നം കണ്ടിരുന്നു പോയെന്നത് നേരാണ്. ഇതൊക്കെ ആളോട് പറയാൻ പറ്റുമോ? എങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ഇവിടെ നടക്കുക. ലോകമഹായുദ്ധം തന്നെ ഉണ്ടാവും. ഈ വീട്ടിൽ നിന്ന് സാറിനെ അടിച്ചിറക്കുകയും ചെയ്യും. ഈശ്വര, എന്തൊരു വിധിയായത്! വൈശാഖിയുടെ ഉള്ളം നീറി. നിന്നോടാ ചോദിച്ചേ ഏത് ലോകത്തായിരുന്നു നീയെന്ന്? കണ്ണുകളിൽ എരിയുന്ന കോപം അവൻ്റെ വാക്കുകളിലും പ്രതിഫലിച്ചിരുന്നു. സർ, അവൾ വിതുമ്പിപ്പോയി. തൻ്റെ മുൻപിലിരിക്കുന്ന ഒരു അധ്യാപകനാണ്. പറയാതെ തന്നെ കുട്ടികളുടെ മനസ്സറിയുന്നവൻ. തൻ്റെ ഉള്ളിലുള്ളത് വല്ലതും അറിഞ്ഞാൽ
വൈശാഖിക്ക് പേടി കൊണ്ട് ഉടൽ വിറയ്ക്കാൻ തുടങ്ങി. അവൾ ലോകത്തില്ലാത്ത വാടകയും കൊടുത്ത് പഠിക്കാൻ വന്നിട്ട് കണ്ടതും ആലോചിച്ചുകൊണ്ടിരിക്കുക. മിണ്ടാതിരുന്ന് വായിക്കടി. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചോദ്യം ചോദിക്കും. അപ്പോൾ ഉത്തരം പറഞ്ഞില്ലെങ്കിലാ വടി ഞാൻ എടുക്കും. പറച്ചിലിനോടൊപ്പം തന്നെ ചൂരൽ വടി ഒരെണ്ണം മേശയുടെ അടിയിലെ റാക്കിൽ നിന്നും വലിച്ചെടുത്ത് ടേബിളിൻ്റെ മുകളിലേക്ക് എടുത്തു വയ്ക്കുകയും ചെയ്തവൻ. അതും കൂടി കണ്ടതും വൈശാഖിയുടെ കണ്ണുകളൊന്നും മൂടി മിഴിഞ്ഞുപോയി. പഠിക്കടിയിരുന്ന് മേശയുടെ മുകളിൽ വടികൊണ്ട് ആഞ്ഞൊരു ശബ്ദം ഉണ്ടാക്കിയവൻ. പഠിക്കുക. ഞെട്ടലോടെ വിറയലോടെ മുൻപിലിരിക്കുന്ന പുസ്തകത്തിലേക്ക് കണ്ണുകൾ നീക്കിയവൾ കരയാൻ പോലും ആ നേരം മറന്നുപോയി എന്നതായിരുന്നു സത്യം. അവളുടെ ശ്രദ്ധ മുഴുവനും ബുക്കിലെ ഓരോ അക്ഷരങ്ങളിലായി മാത്രമായി കുടുങ്ങിക്കിടന്നു. ആർത്തിയോടെ അവൾ പഠിച്ചു തുടങ്ങി. മഹാദേവൻ ചൂരൽ കൊണ്ട് മേശയുടെ മുകളിലുണ്ടാക്കുന്ന ഓരോ കുഞ്ഞു ശബ്ദങ്ങളും അവളെ ഇരുത്തി പഠിപ്പിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അതേസമയം വൈശാഖിയുടെ ഓരോ ചലനങ്ങളും നോക്കിയിരുന്നവൻ്റെ കണ്ണുകൾ ആദ്യമായി അവൾക്ക് നേരെ വല്ലാതെ കൂർത്തുപോയി. ടീനേജാണ്, അരുതാത്തത് വല്ലത് ഇവളുടെ മനസ്സിലുണ്ടാവോ ആവോ. ആ ഒരു ചിന്ത പോലും പെണ്ണിനോട് ചെറിയൊരു ഇഷ്ടക്കേട് ഉണ്ടാക്കിയതുപോലെ മഹാദേവന് തോന്നിപ്പോയി. അവളുടെ മുഖത്തേക്ക് മാത്രം തറഞ്ഞു നിന്ന മഹാദേവൻ്റെ കണ്ണുകൾ പിന്നീട് എപ്പോഴോ ആണ് അപ്രതീക്ഷിതമായി അവളുടെ കൈയുടെ മുകളിലേക്ക് നീങ്ങിയത്. ചുവന്നു തിണർത്ത് കിടക്കുന്ന പെണ്ണിൻ്റെ കൈയുടെ മുട്ടിന് മുകൾ ഭാഗം മഹാദേവൻ്റെ ഉള്ളിലെവിടെയോ പൊടുന്നനെ ഒരു നീറ്റലുണ്ടായി. അവളോടുള്ള ഇഷ്ടക്കേട് മാറി ദേവൻ്റെ ഉള്ളിലെവിടെയോ ഒരു കുറ്റബോധം ഉടലെടുത്തു തുടങ്ങി. എങ്കിലും അവനത് പുറത്തേക്ക് കാട്ടാതെ സ്വയം അടക്കിപ്പിടിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെയും ബാലു വൈശാഖിയെ കൂട്ടാതെ തന്നെയാണ് കോളേജിലേക്ക് ഒറ്റയ്ക്ക് പോയത്. അതിനെന്തൊക്കെയോ ഒഴിവുകഴിവുകൾ മഹാദേവനോട് പറയുകയും ചെയ്തു. പത്മാവതിയും ലക്ഷ്മിയും കൂടെ അന്ന് അവളെ കാറിൻ്റെ അടുത്തേക്ക് ഉന്തി തള്ളി പറഞ്ഞു വിട്ടു. ഈശ്വര, സാറൊന്നും ചോദിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഇത്തിരി പേടിയോടെയാണ് വൈശാഖി അവൻ്റെ കാറിലേക്ക് കയറിയിരുന്നെങ്കിലും അവൾ ഭയപ്പെട്ടതുപോലെ മഹാദേവൻ്റെ അരികിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ചോദ്യങ്ങളും പറച്ചിലും ഒന്നും ഉണ്ടായില്ല. ഇന്ന് രാത്രി കണ്ടതിൽ പിന്നെ ഇന്നാണ് ദേവനെ വൈശാഖി അഭിമുഖീകരിക്കുന്നത്. വണ്ടി നേരെ ചെന്ന് കോളേജ് പാർക്കിങ്ങിൽ നിൽക്കുന്നിടം വരെ രണ്ടുപേരും നിശബ്ദരായിരുന്നു. ഇരുവരും ഒരുമിച്ചാണ് കാറിൽ നിന്നും ഇറങ്ങി ഹിസ്റ്ററി ബ്ലോക്കിലേക്ക് മെല്ലെ നടന്നതും. വൈകിട്ട് എൻ്റെ കൂടെ വന്നാൽ മതി, അച്ഛൻ നേരത്തെ പോകും. സ്റ്റാഫ് റൂമിലേക്ക് കടക്കുവാനായി പോകുന്നതിന് മുൻപേ ദേവൻ തനിക്ക് പിന്നാലെ നടന്നു വരുന്നവളുടെ നേർക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. ആ. മുഖം കുനിച്ച് ഒരു നിമിഷം ദേവന് മുൻപിൽ നിന്നവൾ അവൻ പറഞ്ഞത് കേട്ട് സമ്മതത്തോടെ തലയാട്ടി. അവളെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് മഹാദേവൻ സ്റ്റാഫ് റൂമിലേക്ക് കടന്നതും വൈശു തൻ്റെ ക്ലാസ്സിലേക്ക് അപ്പോൾ തന്നെ ഓടിക്കയറി. എന്നിട്ട് ആരെയും നോക്കാതെ സ്വന്തം സീറ്റിലേക്ക് ചെന്നിരുന്നു. ബാലു അവളോട് എന്തൊക്കെയോ ചോദിച്ചുവെങ്കിലും പെണ്ണിൻ്റെ ഒരൊറ്റ കണ്ണുരുട്ടലിൽ അയാൾ ഒതുങ്ങി. ആദ്യത്തെ പീരീഡ് നീരജയുടേതായിരുന്നു. പതിവിലും കൂടുതൽ ഗൗരവഭാവം മുഖത്തണിഞ്ഞുകൊണ്ട് വന്നവളുടെ കണ്ണുകൾ ആദ്യം പോയത് വൈശാഖിയുടെ നേരെയായിരുന്നു. നീരജയുടെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു. കൂടെ മഹാദേവനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും. സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങിയവൾ പല പ്രാവശ്യം ചോദ്യം ചെയ്ത് വൈശുവിനെ എഴുന്നേൽപ്പിച്ച് നിർത്തി. മനഃപൂർവ്വം. ക്ലാസ് ശ്രദ്ധിച്ചിരുന്നത് കൊണ്ടാവാം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വൈശാഖി അവൾക്ക് കൊടുത്തുകൊണ്ടിരുന്നതും. ലെസൺ എടുത്ത് കഴിഞ്ഞിട്ട് നീരജ അവളെ വെറുതെ വിട്ടില്ല. അന്ന് പഠിപ്പിച്ചത് മുഴുവനും സമ്മറൈസ് ചെയ്ത് പറയുവാനായി നിർദ്ദേശിച്ചു. വൈശാഖി ഇത്തിരി ബുദ്ധിമുട്ടിയെങ്കിലും അതും വളരെ കൃത്യമായി ഉത്തരം പറഞ്ഞു. അപ്പോഴേക്കും ബെല്ലു അടിച്ചിരുന്നു. ഞാൻ എഴുതാൻ പറഞ്ഞ അസൈൻമെൻറ്റ് എല്ലാവരും എഴുതിക്കൊണ്ടുവന്നിരുന്നോ? ടേബിളിലിരുന്ന ടെക്സ്റ്റ് ബുക്കും എടുത്തുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുവാനായി തുടങ്ങുന്നതിന് മുൻപ് നീരജ എല്ലാവരോടുമായി ചോദിച്ചു. എഴുതി മാഡം. കുട്ടികളെല്ലാവരും ഒരുപോലെ കോറസ് പാടി. അസൈൻമെൻറ്റ് എല്ലാവരും വൈശാഖി കളക്ട് ചെയ്യേ, എന്നിട്ട് സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോവാ. ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് അവൾ വീണ്ടും വൈശുവിനോട് നിർദ്ദേശിച്ചു. ഓക്കെ മാഡം. അവൾ സമ്മതിച്ചുവെങ്കിലും നീരജ മാഡം തന്നെ മാത്രം എന്തിനിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന ചിന്തയായിരുന്നു ആ നേരം അവളുടെ മനസ്സിൽ. ഡി, അവളെ ഒന്ന് സൂക്ഷിച്ചോ കേട്ടോ. എല്ലാവരുടെയും കയ്യിൽ നിന്ന് അസൈൻമെൻറ്റ് വാങ്ങി സ്റ്റാഫ് റൂമിലേക്ക് പോകുവാനായി തുടങ്ങിയതും ബാലു അവളെ ഓർമ്മിപ്പിച്ചു. ആ. വൈശാഖി ഒന്ന് മൂളി. എന്നിട്ട് ക്ലാസ്സിന് പുറത്തേക്ക് നടന്നു. സ്റ്റാഫ് റൂമിലേക്ക് കടന്നു എന്നപ്പോൾ അവൾ കണ്ടു സ്വന്തം സീറ്റിലിരിക്കുന്ന നീരജ മാഡത്തിനെ. മഹാദേവനെ നോക്കിയിട്ട് അവൾ കണ്ടതുമില്ല. അവിടെ ഇവിടെയുമായി 3-4 ലെക്ചേഴ്സ് ഇരിപ്പുണ്ട് താനും. മാഡം. അവരുടെ അരികിൽ ചെന്ന് നിന്നുകൊണ്ട് അവളൊന്ന് മുരടനക്കി. പെണ്ണിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാവണം
നീരജ അവളെ മുഖമുയർത്തി നോക്കിയത്. എന്താ? ഒന്നും അറിയാത്തവളെ പോലെ നീരജ വൈശുവിനെ ഉറ്റുനോക്കി. അസൈൻമെൻറ്റ് മാഡം. കയ്യിലിരുന്ന പേപ്പർ കെട്ടുകൾ അവൾ നീരജയുടെ നേർക്ക് നീട്ടി. ഇങ്ങിതാ. അവരത് കൈയെത്തിച്ചു വാങ്ങി. നീരജ വാങ്ങിയെന്ന് കണ്ടതും അവരെ ഒരു വട്ടം കൂടി നോക്കി നിന്നിട്ട് വൈശാഖി തിരിഞ്ഞു നടക്കുവാനായി തിരിഞ്ഞു. വൈശാഖി. നീരജയുടെ പതിഞ്ഞതും എന്നാൽ മുരളിച്ചോടെയോളമുള്ള പിൻവിളി ശബ്ദമാണ് വൈശുവിനെ വീണ്ടും അവരുടെ നേരെ തിരിഞ്ഞു നിൽക്കുവാൻ പ്രേരിപ്പിച്ചത്. മാഡം. ഇനിയും എന്തിനാണ് അവർ തന്നെ വിളിക്കുന്നതെന്ന സംശയത്തോടെ വൈശു ബഹുമാനത്തോടെ നീരജയുടെ മുൻപിൽ നിന്നു. വൈശാഖിക്ക് എന്താ ഇത്ര അഹങ്കാരം? ഞാൻ പെർമിഷൻ തരുന്നതിന് മുൻപ് തന്നെ എന്തിനാ പോകാൻ തുടങ്ങിയേ? നീരജയുടെ കണ്ണിൽ അവളോടുള്ള കനലെരിഞ്ഞു. മാഡം, അടുത്ത ബെല്ലടിച്ചു. സാറ് വന്നെന്നുള്ള ടെൻഷനിൽ ഞാൻ പോവാൻ തുടങ്ങിയതാ. സോറി മാഡം. വൈശാഖിയുടെ കണ്ണുകൾ ചുവന്നു കലങ്ങി. ഓഹോ, മഹാദേവൻ സാറിൻ്റെ ക്ലാസ് ആണല്ലോ ഇപ്പം. അതാ വൈശാഖി രാജശേഖരന് ക്ലാസ്സിലേക്ക് പോകാൻ ഇത്ര തുടക്കം. എന്തായാലും കൊള്ളാം. പുച്ഛത്തോടെ നീരജ വിഷം തുപ്പി. മാഡം. കേട്ടതിൻ്റെ പകപ്പിൽ തറഞ്ഞു നിന്നുപോയി ആ പാവപ്പെണ്ണ്. സ്റ്റുഡൻസിനെ സ്നേഹിക്കുന്ന ആളോ? അതിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു വൈശാഖിയുടെ മനസ്സ്. എന്താ, ഞാൻ പറഞ്ഞത് സത്യമല്ലെന്നുണ്ടോ? നീ ഇങ്ങനെ കണ്ണും വീഴ്ച നിൽക്കുന്ന കണ്ടാൽ തോന്നുമല്ലോ ഞാൻ എന്തോ കള്ളത്തരം പറഞ്ഞതാണെന്ന്. നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം നിന്റെ സാറ് തന്നെ എന്നോട് പറഞ്ഞത്. നീരജ ബാക്കി പറഞ്ഞത് കൂടി കേട്ടപ്പോൾ വൈശു ഞെട്ടിത്തരിച്ചു നിന്നുപോയി. സാറിന് എന്നെ ഇഷ്ടമാണെന്ന് സാറ് തന്നെ മാഡത്തിനോട് പറഞ്ഞെന്നോ? വൈശാഖി വിശ്വാസം വരാതെ മുൻപിലിരിക്കുന്ന നീരജയെ തുറച്ചു നോക്കി. മാഡം എന്തൊക്കെയായി പറയുന്നേ? വിറച്ചുകൊണ്ട് ഉത്തരം നൽകുമ്പോൾ വൈശാഖിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു. അച്ചോടാ പാവം, ഒന്നും അറിയാത്തൊരു കുണുവാവ് വന്നിരിക്കുന്നു. മഹാദേവൻ സാറ് നിന്നെ ചൂണ്ടിക്കാട്ടി ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ് നീയെന്ന എന്നോട് പറഞ്ഞത്. നീരജ കയ്യിലിരുന്ന പേന കൊണ്ട് ടേബിളിന് മുകളിൽ അമർത്തി കുത്തി. അതും കൂടി കേട്ടതും വൈശാഖി മരവിച്ചു പോയിരുന്നു. സാറിനും എന്നോട് അങ്ങനൊരു ഇഷ്ടം ഉണ്ടായിരുന്നോ? ആ പാവത്തിൻ്റെ ഹൃദയം തുള്ളിച്ചാടി. ആ, ഇതിനും വേണം ഒരു യോഗം. കെട്ടിന് മുൻപ് തന്നെ കെട്ടാൻ പോകുന്നതിൻ്റെ വീട്ടിൽ താമസം, കോളേജിലേക്ക് വരുന്നതും പോകുന്നതും കെട്ടാൻ പോകുന്നതിൻ്റെ കൂടെ, ക്ലാസ്സിൽ നിൻ്റെ സ്വന്തം കാര്യങ്ങൾ അന്വേഷിക്കാൻ സ്വന്തം അമ്മായിയപ്പൻ. ഇനി എന്താ വേണ്ടേ? ബാക്കി കേൾക്കുവാൻ വൈശാഖി നിന്നില്ല. അവൾ സ്റ്റാഫ് റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഓടിയിരുന്നു.